ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യയജ്ഞത്തിന്റെ 216 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായി കാസർഗോഡ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി സത്യഭാമ ടി പി കണ്ണൂർ. നമുക്ക് വേണ്ടി പറയുന്നത് ശ്രീമതി ശൈലജ ബി കാസർഗോഡ്. ബാലവികാസ് ഗുരുവാണ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ്. ഭജന പാടുന്നത് കുമാരി ഇന്ദുലേഖ. സോ ശൈലജ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ സത്യഭാമ തുടങ്ങിക്കോളൂ. സായിരാം. സായിരാമ സായിരാം സായിരാം തുടങ്ങട്ടെ. എന്നാൽ സായിരാം. ഭഗവാന്റെ പാതാര ഇന്നങ്ങൾ സാഷ്ടാംഗ പ്രണാമം. സായിരാം. ഈ യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിലും എൻ്റെയും സ്നേഹം നിറഞ്ഞ സായിരാം. ഇന്ന് 216 ദിവസമാണ്. ഈ എപ്പിസോഡ് തുടങ്ങി 216 ദിവസമായി. സായിരാം. ശൈലജ മാഡം വന്നിട്ടുണ്ടല്ലോ അല്ലെ? സായിരാം. സായിരാം. ഓങ്കാരം സായികാത്രിയും പറഞ്ഞതിന് ശേഷം നിങ്ങൾ വീഡിയോ ഓഡിയോ ഓൺ ആക്കിയിട്ട് വാണി വായിച്ചോളൂ കേട്ടാ. സായിരാം. ശരി. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ശൈലജ മേഡം സ്വന്തം പരിചയപ്പെടുത്തണേ. എന്നിട്ട് സായിവാണി ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് 12 മിനിറ്റോളം അനുഭവം പറയാം. അത് കഴിഞ്ഞ് സ്വാമിയുടെ പ്രസന്റേഷനാണ് വീഡിയോ. അത് കഴിഞ്ഞ് ഭജന. സായിരാം. തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. എൻ്റെ പേര് ശൈലജ. കാസർഗോഡ് സമിതിയിലാണ്, ബാലവികാസ് ഗുരുവാണ്. ഇപ്പൊ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ കോർഡിനേറ്ററായി ആയി നിന്നിട്ടുണ്ട്. ധർമ്മവാഹിനിയിലത്തെ ഒരു സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ കുറിച്ച് സ്വാമി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ചു ഭാഗമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. പുരോഗതിയുടെ അടിസ്ഥാനം എന്താണ്? ദേശം, സമുദായം, കുടുംബം ഇവയുടെ എല്ലാം പുരോഗതി സ്ത്രീകളുടെ ശരിയായ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആത്മവിദ്യാജ്ഞാനം സ്ത്രീകൾക്കുണ്ടായാൽ മാത്രമേ രാജ്യത്തിനെ പൂർവിക മഹിമയിലേക്ക് ഉദ്ധരിക്കാൻ കഴിയൂ. സദാചാര ശീലങ്ങളെയും നടപടികളെയും ഊന്നി പഠിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കൊടുത്താലേ രാജ്യത്തിന് സ്ഥിരമായ ഐശ്വര്യവും ശാന്തിയും കിട്ടും. സദാചാര നിലയുടെയും സമുദായിക സമാധാനത്തിന്റെയും അധംപതനത്തിനു കാരണം സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിലുള്ള അവഗണനയാണ്. ആകാശവും ഭൂമിയും മുമ്പത്തെ പോലെ തന്നെ ഇന്നും. വ്യത്യാസം വന്നിട്ടുള്ളത് മാതൃകയിലും ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്കുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുമാണ്. ഇന്നത്തെ പഠനത്തെ വിദ്യ എന്ന് പറയുന്നുണ്ട്.
അതിന് അങ്ങനെ ഒരു പേർ പറയുന്നു എന്ന് മാത്രം. ഇന്നുള്ള വിദ്യാഭ്യാസം സിദ്ധിച്ചവരുടെ പ്രവൃത്തികളെയും അവരുടെ വ്യക്തിപരമായ ലക്ഷണങ്ങളെയും ആലോചിച്ചു നോക്കിയാൽ വിദ്യ എന്ന പേരിന് അർഹതയില്ലെന്ന് മനസ്സിലാകും. വിദ്യാഭ്യാസമുള്ള ഒരാൾ ബാഹ്യ വിഷയങ്ങളെ പ്രാമാണ്യമാക്കാതെ ആന്തരികമായ ആത്മാനന്ദത്തെ അനുഭവിക്കാൻ പ്രാപ്തനായിരിക്കണം. ജീവിതോദ്ദേശത്തെ അയാൾ ഗ്രഹിച്ചിരിക്കണം. സാക്ഷാത്കാരാനുഷ്ഠാനത്തെ പറ്റി അയാൾ ബോധവാനായിരിക്കണം. പുരാതന കാലത്ത് ഓരോ വിദ്യാർത്ഥിയും നേടാൻ ശ്രമിച്ചിരുന്ന ബിരുദം ഈശ്വരാനുഗ്രഹമാണ്. സദാചാരാഭിവൃദ്ധി, ആത്മജ്ഞാനം, സ്വാഭാവിക വാസനകളുടെ ശുദ്ധീകരണം, സൗശീല്യം, നിഷ്കളങ്ക സ്വഭാവം, ഇന്ദ്രിയ നിയന്ത്രണം, മനസംയമനം, ദിവ്യഗുണങ്ങളുടെ അഭിവൃദ്ധി ഇവയിൽ വിദഗ്ധതയുള്ളവർക്ക് ആ ബിരുദം കൊടുത്തിരുന്നു. ഇന്ന് സംഗതികൾ വളരെ വ്യത്യസ്തമാണ്. അല്പം ചില പുസ്തകങ്ങൾ അർത്ഥം ഗ്രഹിക്കാതെ ഉരുവിടുന്നത് കൊണ്ട് മാത്രം ബിരുദം നേടാം. ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഒരാൾക്ക് മേൽപ്പറഞ്ഞ പരിശീലനം സമ്പാദിക്കാൻ സാധ്യമല്ല. സ്ത്രീക്ക് വിവേചനപൂർവ്വമുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. രാജ്യപ്രശ്നങ്ങളെ ഗ്രഹിക്കാനുള്ള പ്രാപ്തി അവൾക്ക് ഉണ്ടായിരിക്കണം. അവളുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് അവൾ ആവും വിധം രാജ്യത്തിനും സമുദായത്തിനും കുടുംബത്തിനും സേവനവും സഹായവും ചെയ്യണം. ഒരു ദേശവും അവിടുത്തെ സ്ത്രീകളുടെ സംസ്കാരം കൂടാതെ കെട്ടിപ്പടുത്താൻ കഴിയുന്നതല്ല. ഇന്നത്തെ മാതാപിതാക്കളാണ് ഭാവി തലമുറയ്ക്ക് രൂപം കൊടുക്കുന്നവർ. ഇന്നത്തെ തലമുറ അധർമ്മവും അനീതിയും നിറഞ്ഞതാവാൻ കാരണം അവളെ വളർത്തിക്കൊണ്ടുവന്ന അമ്മമാർക്ക് മതിയായ ജാഗ്രതയും ബുദ്ധിയും ഇല്ലാതിരുന്നത് കൊണ്ടാണ്. പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഭാവി തലമുറയുടെ രക്ഷയ്ക്കായിട്ടെങ്കിലും സ്ത്രീകളെ യഥാസമയം ഉപദേശിച്ച് പൂർവികന്മാരുടെ മാതൃകയിൽ കൂടി നയിച്ചു കൊണ്ടുപോകേണ്ടതാണ്. ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവിയിലും എന്നല്ല, എല്ലാ കാലത്തും പുരോഗതിയുടെ നട്ടെല്ലായും ദേശത്തിന്റെ ഹൃദയമായും പ്രാണനായിട്ടു തന്നെയും ഉള്ളത് സ്ത്രീകളാണ്. ഈ ലോകത്തിൽ ധാർമ്മിക ജീവിതത്തിൽ അവർ പ്രധാന ഭാഗം വഹിക്കുന്നു. അവരുടെ ഈ പങ്ക് പുണ്യപൂരിതവുമാണ്. സത്യധർമാനുഷ്ഠാനത്തിലുള്ള ക്രമങ്ങളെ നിശ്ചയിക്കുന്നതാണ് അവളുടെ നിയുക്തധർമ്മം. അമ്മ കുട്ടികൾക്ക് സദാചാരപരമായും ആധ്യാത്മികമായും ഉള്ള പരിശീലനം കൊടുക്കണം. അമ്മ ധർമ്മനിരതയാകുമ്പോൾ അതിൽ നിന്നും ഗുണമുണ്ടായി അവരും അങ്ങനെ ആയിത്തീരും. അമ്മയ്ക്ക് സദാചാര വിഷയങ്ങളിൽ നൈപുണ്യമുണ്ടെങ്കിൽ മക്കളും അതുപോലെ ധാർമ്മികരാകുന്നു. അതുകൊണ്ട് ഒരു രാജ്യം അഭിവൃദ്ധിപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അധംപതിക്കുന്നുണ്ടോ എന്നുള്ളത് അവിടുത്തെ സ്ത്രീകളുടെ ഇടയിലുള്ള വിദ്യാഭ്യാസ നിലയാണ് നിർണയപ്പെടുത്തുന്നത്. അവളുടെ കർമ്മങ്ങളും ശീലങ്ങളും വളരെ പ്രാധാന്യമുള്ളവയാണ്. ഇതിൽ മുതിർന്നവരുടെയും അച്ഛനമ്മമാരുടെയും ചുമതലയാണ് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളെ നോക്കൂ. സംസ്കാരത്തിന്റെ ഒരു അംശം പോലും അവരിൽ കാണാൻ കഴിയില്ല. ആത്മവിഷയമായ സംഭാഷണം അവർക്ക് പുച്ഛമാണ്. വാക്ചാതുര്യം, വേഷവിധാനങ്ങളുടെ അധീനത ഇവയാണ് പരിഷ്കാരമായി തീർന്നിരിക്കുന്നത്. ഇതല്ല ശരിയായ സംസ്കാരം. ഒരു ഗൃഹത്തെ ഭരിക്കുക എന്ന് വരുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ നിസ്സഹരായി തീരുന്നു. ഗൃഹം അവർക്കൊരു ഹോട്ടൽ മാത്രം. അവർ ഒരു നിർവാഹവുമില്ലാതെ വെപ്പുകാരനെയും ദാസിയെയും ആശ്രയിച്ചു കഴിയുന്നു. പഠിച്ച സ്ത്രീ നവീന ഗൃഹത്തെ അലങ്കരിക്കുന്ന ഒരു വർണ്ണപ്പകിട്ട് കൊടുത്ത പാവം മാത്രം. അവൾ ഭർത്താവിന് ഒരു തടസ്സവും ഒരു കഠിന ഭാരവുമാണ്. പല സാധനങ്ങൾക്കും പണം ചെലവാക്കാനായി വാശിപൂർവമുള്ള നിർബന്ധങ്ങൾ കൊണ്ട് അവർ ഭർത്താവിനെ സ്വൈര്യം കെടുത്തുന്നു. ഗൃഹഭരണ കൃത്യങ്ങളിൽ ഒന്നും പങ്കെടുക്കാതെ കേവലം അലസമായും വ്യായാമമൊന്നുമില്ലാതെ തിന്നും ഉറങ്ങിയും നാൾ കഴിച്ച് അവളെ മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന രോഗങ്ങൾക്ക് ഇരയായിത്തീരുന്നു. സ്ത്രീയുടെ അധാർമിക നടപടി ധർമ്മക്ഷയത്തിന്റെയും അന്തരീക്ഷത്തിൽ ഇന്നത്തെ ലോകത്തെ ആവരണം ചെയ്തിരിക്കുന്നു. സൽസ്വഭാവത്തെയും ശ്രേഷ്ഠ ഗുണങ്ങളെയും വികസിപ്പിക്കാതെ സ്ത്രീകൾ ക്ഷണിക സുഖങ്ങളെ അനുഗമിച്ച് തങ്ങൾക്ക് ദോഷം വരുത്തുകയാണ്. അവരുടെ പൊങ്ങച്ചത്തെ പോഷിപ്പിക്കുന്ന കൃത്രിമ സ്വാതന്ത്ര്യത്തിൽ അവർ മോഹിതരായി കഴിയുന്നു. ഒരു തൊഴിൽ സമ്പാദിക്കുക, ബിരുദങ്ങൾ നേടുക, വിവേചനം കൂടാതെ തോന്നിയ പോലെ എല്ലാവരുമായി സഹവസിക്കുക, മുതിർന്നവരെ ആദരിക്കാതിരിക്കുക, പാപത്തിലും ദോഷത്തിലും ഭയമില്ലാതിരിക്കുക, ഗുണവാന്മാർക്കും ഭക്തന്മാർക്കുമുള്ള അവകാശങ്ങളെ നിഷേധിക്കുക, ഭർത്താവിനെ സ്വന്തം ഇഷ്ടത്തിനൊത്ത് തുള്ളിക്കുക, തെറ്റുകൾ ചെയ്ത ശേഷം പശ്ചാത്തപിക്കാതിരിക്കുക, ഇവയെല്ലാമാണോ വിദ്യാഭ്യാസ ലക്ഷണങ്ങൾ? അല്ല, അവയെല്ലാം അവിദ്യയുടെ പൈശാചിക രൂപങ്ങളാണ്. ഒരാളെ വിരൂപപ്പെടുത്തി മറ്റുള്ളവരെ വിരട്ടി ഓടിക്കുന്ന അറിവില്ലാത്ത അഹങ്കാര ഭാവന തന്നെ. അവ സ്ത്രീധർമ്മത്തെ തുരങ്കം വയ്ക്കുന്നു. ഭർത്തൃഗൃഹം പരിശുദ്ധമായി ഭാര്യ വിചാരിക്കുന്ന പക്ഷം ആ ഗൃഹം അവൾക്ക് എല്ലാ പ്രാപ്തിയും യോഗ്യതയും നൽകും. അങ്ങനെയുള്ള ഒരു ഗൃഹത്തേക്കാൾ ഉപരിയായി അവൾക്ക് വേറെ ഒരു സ്ഥലവുമില്ല.
അത് അവളുടെ ക്ഷേത്രം, പാഠശാല, വിനോദശാല, വിനോദ സ്ഥലം, ഭരണരംഗം, ത്യാഗഭൂമി, ആശ്രമം ഇതെല്ലാമാണെന്ന് ഒരു ഭക്തകവി പാടിയിട്ടുണ്ട്. പഠിപ്പുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിരുചി, സാമർത്ഥ്യം, പ്രേരണ, ആഗ്രഹം, സ്വഭാവം, പഠിപ്പിന്റെ നില, ജീവിത രീതി, അനുഷ്ഠാനം, പാണ്ഡിത്യം ഇവയെല്ലാം അനുസരിച്ച് ചുറ്റുപാടിലുള്ള സമുദായത്തിന് പ്രയോജനകരമായ സേവനം ചെയ്യാൻ കഴിയും. അവർ അവരുടെ മാതാപിതാക്കന്മാരുടെയും അവരുടെ കുടുംബത്തിന്റെയും തങ്ങളുടെ തന്നെയും കീർത്തിക്ക് കളങ്കം വരാതെ ശ്രദ്ധിക്കണം. സൗശീല്യമില്ലാത്ത സ്ത്രീ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയാം. അതിനാൽ സ്ത്രീകൾ ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ സദാ ജാഗ്രതയോട് കൂടിയിരിക്കണം. വാക്ചാബല്യവും വിവേചന രഹിതവുമായ സഹവാസവും അവർ ഒഴിവാക്കണം. വിവേകമുള്ള സ്ത്രീ അവളുടെ ഭർത്താവിന്റെ കീർത്തിയുടെയും യശസ്സിന്റെയും പ്രകാശം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനെ ഒരിക്കലും കളങ്കപ്പെടുത്തുകയില്ല. അതുകൊണ്ടാണ് പഠിച്ച ആളുടെ ലക്ഷണം സദ്ഗുണമാണ്, അതാണ് പഠിപ്പിന്റെ യോഗ്യത എന്ന് പറയുന്നത്. സ്ത്രീകൾ പഠിക്കരുതെന്നോ അവർ സമൂഹങ്ങളിൽ ഇടപെടരുതെന്നോ ഞാൻ പറയുന്നില്ല. അവർ പഠിക്കുന്നത് എന്തായാലും, അവർ പെരുമാറുന്നത് എവിടെയായാലും അവർ സദ്ഗുണ സമ്പന്നരും സനാതന ധർമ്മത്തിനും സാധനയ്ക്കും യോജിക്കുന്ന തരത്തിലുള്ള സൽക്കർമ്മങ്ങളും നല്ല ശീലങ്ങളും ഉള്ളവരാണെങ്കിൽ അവരുടെ പഠിപ്പ് പ്രയോജനകരമായതും സമുദായത്തിന് ഗുണപ്രദമായതും തന്നെ. വിദ്യാഭ്യാസമോ സമുദായമോ സ്വയമേവ അപകടകരമായതല്ല. അവയെ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ചാണ് അവയുടെ പ്രവർത്തനവും അതിന്റെ നല്ലതും ചീത്തയുമായ ഫലവും. പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ തന്നെ അതേ വായിൽ അതിന്റെ കുട്ടിയെയും പിടിക്കുന്നുണ്ടെങ്കിലും രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം! തന്റെ കുട്ടിയെ അത് ലാളിക്കുകയും എലിയെ കൊല്ലുകയും ചെയ്യുന്നു. വായയ്ക്ക് പക്ഷഭേദമില്ല. അതെങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് നിശ്ചയിക്കുന്നത് എലിയോ പൂച്ചക്കുട്ടിയോ ആണ്. സായിരാം. സായിരാം, ഇനി അനുഭവം പറഞ്ഞോളൂ സായിരാം. സായിരാം. ഞാൻ കല്യാണത്തിന് ശേഷം 2002 കല്യാണത്തിന് ശേഷമാണ് സായി ഡിവോട്ടി ആയത്. ഹസ്ബൻഡ് വലിയ ഭക്തനായിരുന്നു. സ്വാമി ഒരു ഈശ്വരനാണെന്ന നിലയിലല്ല ഞാൻ ആദ്യമൊന്നും സ്വാമിയുടെ ലൈനിൽ വന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിലെല്ലാം ഇവിടെ വചനം നടന്നിരുന്നു. 2-2.5 വർഷത്തോളം ആയി ഞാൻ വരുമ്പോൾ തുടങ്ങിയിട്ട്. കഴിഞ്ഞ മെയ്യിലേക്ക് 25 വർഷമായി ഭജന തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും അന്ന് വീട് തുടക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും എല്ലാത്തിലും ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ഭഗവാനാണെന്നൊരു വിശ്വാസം ഭഗവാനില്ല. കാരണം ഞാൻ ആ പ്രാർത്ഥന ചെയ്തിരുന്നത് ഞാൻ ഒരു കൃഷ്ണഭക്തിയായിരുന്നു. കൃഷ്ണൻ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ മായിപ്പാടി കൊട്ടാരത്തില് ഒരു ബാലവികാസം എടുക്കാൻ ഒരാൾ വേണമായിരുന്നു. അവിടെ തുടങ്ങിയിട്ടുണ്ട് മുമ്പേ, അതിപ്പോ നിന്ന് പോയിട്ടുണ്ട്, കുറച്ച് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സായി ഭക്തന്റെ ഭാര്യയല്ലേ, അവർക്ക് പറ്റുമോന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കൊന്നും അറിയില്ലായിരുന്നു, മന്ത്രവും കാര്യങ്ങളും ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ദാഷായൻ ടീച്ചറെ സഹായത്തോടെ അവിടെ പോവുകയും അതിൽ കുറച്ച് സമയം പങ്കെടുക്കുകയും ശ്രദ്ധിക്കുകയും പുസ്തകങ്ങൾ തരികയും അങ്ങനെ ഞാൻ നോക്കി ആദ്യം കുറച്ച് കുട്ടികളെ വെച്ച് ബാലവികാസ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് സതീഷ് സാറ് ബാലവികാസിന്റെ ചാർജായിട്ട് കാഞ്ഞങ്ങാട് ഉണ്ടായത്. സാറിന്റെ നല്ലൊരു സപ്പോർട്ടോട് കൂടിയിട്ട് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും കുറച്ച് കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുകയും ബാലവികാസ് കുറെ ട്രെയിനിങ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നില്ലേ ഒരു കാര്യങ്ങൾ പിടിയിട്ടുകയും കുറച്ച് നല്ല രീതിയിൽ സ്വാമിയുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷെ അന്നൊന്നും എനിക്ക് ഭഗവാൻ ഈശ്വരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ വീട്ടിലെ പണിയും കുട്ടികളെ നോക്കലും ബാലവികാസിനെ പോലെ എല്ലാം ആകുമ്പോ സ്വാമിയുടെ ഫോട്ടോ നോക്കി പറഞ്ഞു, ഭഗവാനെ ഇത് അങ്ങ് ഭഗവാനാണ്, പിന്നെ ഇതെല്ലാം എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചേക്കണേ, എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, ഞാൻ ആവശ്യം വരുമ്പോ ചോദിക്കും, അപ്പൊ തരണമെന്നും പറഞ്ഞിട്ടുണ്ടായി. വെറുതെ ഒന്നും അറിയാണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഭാവിയിൽ എന്റെ ഓരോ കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് എല്ലാം ഞാൻ അറിയാതെ ഭഗവാൻ വളരെ സ്മൂത്തായിട്ട് ഇടപെട്ടതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു. വളരെ നല്ല രീതി. നമുക്ക് പുറത്തുള്ളവർക്ക് അത് അറിയാൻ പറ്റും തോന്നുന്നില്ല. കാരണം നമ്മ ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളൊരു ഉപകരണം മാത്രമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഭഗവാന്റെ ഒരു കൈയൊപ്പ് നമ്മളോടൊപ്പം ഉണ്ടായതായിട്ട് എനിക്ക് വളരെയധികം അനുഭവപ്പെട്ടിരുന്നു. അതിൽ പ്രധാന ഒരു ഉദാഹരണമാണ് എൻ്റെ 2 മക്കൾക്കും ഒരു ആധ്യാത്മിക അടിത്തറ നൽകാൻ എനിക്ക് സാധിച്ചു ബാലവികാസ് ഗുരു ആയതുകൊണ്ട്. കാരണം ഇന്ന് ചുറ്റുപാടുള്ള കുട്ടികളുടെ ഇടയിൽ നമ്മളെ കുട്ടികൾ നമ്മളോട് ആ രീതിയിലല്ല പെരുമാറുന്നത്. അത് നമ്മുടെ ബാലവികാസിന്റെ
ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. ചെറുപ്പത്തിലെ കുട്ടികൾ അതിൽ വരികയും അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്തിരുന്നു. ഭഗവാന്റെ കൃപയാൽ എൻ്റെ മകൾക്ക് 2 പ്രാവശ്യം പുട്ടവർത്തിയിൽ പാട്ടുപാടാൻ അവസരം ലഭിച്ചു. മോൻ 2 പ്രാവശ്യമായി, അവന് 17 വയസ്സായതേ ഉള്ളൂ. 2 പ്രാവശ്യം യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്തു, ഈ വർഷവും കഴിഞ്ഞ വർഷവും. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും, എത്ര വലിയ പ്രശ്നം വന്നാലും വളരെ നല്ല രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ ഭഗവാന്റെ ഒരു ശക്തി നമുക്ക് ഒരു ഇത് തരുന്നുണ്ട്. നമുക്കതിന് പറ്റാത്ത പല സന്ദർഭങ്ങളിലും ഭഗവാൻ വളരെയധികം നമുക്കൊരു ഊർജം തരുന്നുണ്ട്. അതിനൊരു പ്രധാന ഉദാഹരണം, ഞാൻ മോൻ കുറച്ച് വലുതാവുമ്പോ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ആൺകുട്ടികളെല്ലാം ആകുമ്പോ കൂട്ടുകൂടെയും അങ്ങനെയല്ല അല്ലേ, ഭഗവാൻ തന്നെ ഒരു വിശ്വാസം അവന് കൊടുക്കണം. ഞാൻ മോനായാലും മോളായാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ദിവസം എനിക്ക് ബാലവികാസിന് പോകാൻ പറ്റാതെ കുറച്ചെന്തോ പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ പോവാത്തന്ന് ഞാൻ മോനോട് പറഞ്ഞു, വലിയ കുട്ടികൾക്ക് അന്ന് ക്ലാസ് ഉണ്ട്, ചെറിയ 5 കുട്ടികളെ ഇല്ലു, മോൻ പോയിട്ട് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മോനെ അത് ഇൻട്രസ്റ്റ് കാണിച്ചു, അവൻ പോവുകയും ചെയ്തു. അവിടെ എത്തിയിട്ട് മോനെ 10 രൂപ കൊടുത്തിട്ട് 5 മുട്ടായി വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് പഴമെല്ലാം വെച്ചാൽ അത്ര ഇൻട്രസ്റ്റ് ആകുന്നില്ല. അപ്പൊ മുട്ടായി വാങ്ങി 10 രൂപ കൊടുത്തിട്ട് 5 മുട്ടായി വാങ്ങി. 5 കുട്ടികളെല്ലാം ഇല്ലു. അങ്ങനെ സ്വാമിക്ക് അത് വെച്ചിട്ട് ഒരു ബാലവികാസം എടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു കുട്ടി കയറി വന്നു. സാധാരണ നമുക്ക് അറിയുന്ന ഒരു കുട്ടി തന്നെ, അന്ന് വരുന്നൊന്നും പറഞ്ഞല്ല. അപ്പൊ ഇവന് ഈ കോൺസെൻട്രേഷൻ കുറച്ച് പോയി, കാരണം ഈ കുട്ടിക്കില്ല മുട്ടായി ഇടയില്ല. അപ്പൊ ഞാൻ എന്താക്കുന്ന 5 മുട്ടായിയല്ലേ ഇല്ലു എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. അപ്പൊ പിന്നെ സാരമില്ല, ലാസ്റ്റ് ഒരു മുട്ടായി പൊട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അത് ഇതാക്കി. അങ്ങനെ ഭജനെല്ലാം കഴിഞ്ഞു, ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ 5 മുട്ടായി 4 മുട്ടായി 5 മുട്ടായി കുട്ടികൾക്ക് കൊടുക്കുമ്പോ കയ്യിൽ അറിയാണ്ട് ഒരു മുട്ടായി കൂടിയുണ്ട്. ഇത് പരമമായ സത്യം. കുട്ടിക്ക് അത് ആടെ തന്നെ കുട്ടികളോടും പറഞ്ഞു. ഈ 6ാമത്തെ മുട്ടായി അവൻ വാങ്ങിച്ചിട്ടില്ല, ഈ അടുത്താണ്, ഒരു 5-6 മാസത്തിന്റെ ഉള്ളിലാണ്. ഈ മുട്ടായി എങ്ങനെ വന്നു എന്നറിയില്ല. ഈ 6 കുട്ടികൾക്കും മുട്ടായി കൊടുത്തിട്ട് അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോ എനിക്ക് അത് ആരോടൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുമെന്നും നമുക്കറിയില്ല. പക്ഷെ ഭഗവാൻ നമ്മളെ വളരുന്ന ആ പ്രായത്തിൽ എൻ്റെ മോന് കൊടുത്തൊരു അനുഭവമാണ് ഭഗവാൻ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അതാണ്. കാരണം ഒരു ബാലവികാസ് ഗുരുവായ എനിക്ക് എൻ്റെ മക്കളെ മാതൃകയായി കാണിക്കാൻ കഴിയണേ എന്നാണ് സ്വാമിയുടെ പല പുസ്തകങ്ങളും പറഞ്ഞിട്ടുള്ളതും അതാണ്. നമ്മൾ ആദ്യം ആ വഴിയെ നടക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് കാട്ടിക്കൊടുക്കുക എന്നാണ്. അതിനാണ് എനിക്ക് എൻ്റെ മക്കളെ അങ്ങനെ ചെയ്യാൻ കഴിയണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതുവരെ എനിക്കതിന് സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ഇത്രയും ആണ് എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ അനുഭവം എനിക്ക് പറയാനുള്ളത്. സായിരാം. സമയമുണ്ട്, 5 മിനിറ്റോളം എന്നും പറയാ. 9:20 വരെ ഉണ്ടല്ലോ. സായിരാം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ സമയത്തിന്റെ ഒരു ഇത് തെറ്റിപ്പോണ്ട വെച്ചിട്ട് ഒരു 4 മിനിറ്റും കൂടെ പറഞ്ഞോളൂ. അത് ഞാൻ കുറച്ച് ആൾക്കാർക്കെല്ലാം അറിയാം. ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു സമിതിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് കല്യാണത്തിന്റെ ദിവസം, എന്റെ കല്യാണത്തിന്റെ ദിവസം എനിക്ക് സ്വാമിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മള് പൂമാലയിലിട്ട് മധൂർ ടെമ്പിളിലായിരുന്നു കല്യാണം. ചുറ്റും വരുന്ന സമയത്ത് ഒരു പശു വന്നിട്ട് എന്റെ പൂമാല പൊട്ടിക്കാതെ അതിന്റെ താഴെയുള്ള 3 പൂവില് 2 എണ്ണം കടിച്ചിട്ട് പോയി. ഒരു പശു വന്നിട്ട്. അപ്പൊ ഞാൻ ചുവന്ന ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ എല്ലാരും വിചാരിച്ച് ചുവന്ന ഡ്രസ്സ് കണ്ടാവുന്ന പശു വരുന്നതാണെന്ന്. പക്ഷെ പശു വന്ന് ഇത് കട്ട് ചെയ്തിട്ട് പോയിട്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു നാണക്കേടല്ലാവുന്നു, ഇത് പൊട്ടിച്ചു പോയി. പക്ഷെ ഹസ്ബൻഡ് അപ്പൊ പറഞ്ഞത് എന്റെ ഭഗവാൻ വന്നു എന്നാണ്. കാരണം അദ്ദേഹം ലെറ്റർ അയച്ചിട്ട് അതിന്റെ ഇത് ഒപ്പിട്ടിട്ട് വന്നിരുന്നു. അപ്പൊ പുട്ടവർത്തിക്ക് ലെറ്റർ അയച്ചു, സ്വാമി ഉണ്ട്. അപ്പോ അദ്ദേഹം അന്ന് അത് പറയുമ്പോ നമുക്ക് ആർക്കും മനസ്സിലായില്ല എന്റെ അച്ഛൻ എന്താ പറയുന്നതെന്ന്. സ്വാമി വന്നു, എന്നെ അനുഗ്രഹിച്ചു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കൽ പോലും ഇന്ന് വരെ അദ്ദേഹം സ്വാമി ഇല്ല ഇനി വരണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇത് അനുസരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, പുട്ടപ്പുറത്തിൽ പോയി ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ എന്റെ വീട്ടുകാർ നിർബന്ധിച്ച് കഴിച്ചത് കൊണ്ട് അതേപോലെ തന്നെ സ്വാമി അതിന് ആ ലൈനിലേക്ക് കൊണ്ടുവരും. എന്റെ ഭാര്യ കൂടി ആ ലൈനിലേക്ക് കൊണ്ടുവരുന്ന എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോ പറയുന്നത്. അപ്പൊ സ്വാമി നമ്മളെ എത്രത്തോളം നമ്മളെ ആ ഉപകരണമാക്കാൻ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് എന്റെ ജീവിതം. സായിരാം. ശൈലജയുടെ ഭർത്താവ് ശശി
കാസർഗോഡ് ജില്ല ഇതിന്റെ ഭജൻ കോർഡിനേറ്ററാണ്. നല്ല ഐഡിയൽ കുടുംബമാണ്. സൈരാം. ప్రజెంటేషన్ అല്ലേ అమ్మా? ఇటు సత్యాన్ని సులభంగా మనం గుర్తించవలనన్నా 3 విధములైనటువంటి యొక్క మంత్రములు అత్యవసరము. To experience this transcendental truth, 3 parts, the 3 mantras are necessary. భద్రం శృణ్వంతు ఒక మంత్రం. The first mantra is Bhadram Shrunvantu. రెండవది భద్రం పితృవంతు. Bhadram యాతువంతు. Bhadram Pratuvantu. మూడవది భద్రం తృణ్వంతు. The third one, Bhadram Trunvantu. ఈ 3 మంత్రములు మనం ఆచరణలో పెట్టినప్పుడు సాక్షాత్కారమునకు వెతకనక్కర్లేదు. Then once you put it into practice, the 3 mantras, you don't need to wait for manifestation. భద్రం తృణ్వంతు. Bhadram Trunvantu. శృణ్వంతు అనగా ఏమిటి? నేను రెండవ రూపము కాదు. Trunvantu means I am not the second form. రెండవ రూపం జగత్తులో లేనే లేదు. Is the one without the second in this world. భద్రం శృణ్వంతు. Bhadram Shrunvantu. రెండవ వినికిడి నాకు ఏమాత్రము లేదు. It is the only one sound without the second. భద్రం కుర్వంతు. నేను రెండవ పని చేయనక్కర్లేదు. Bhadram Kurvantu. I don't need to do any other action, activity. అనగా ఏ యొక్క సాధనలు నేను చేయనక్కర్లేదు. It only means I don't need to undertake, follow any spiritual practice. ఒక్కటే ఆత్మ అనేటువంటి ఏకత్వాన్ని గుర్తించినటువంటి వ్యక్తికి ఇంక సాధనలు ఎందుకు? A seeker who recognizes and experiences the Supreme Self as the only one entity, the principle, need not adopt any spiritual practice. అన్ని శబ్దములు కూడాను ఒక ఆత్మతత్వం యొక్క రియాక్షన్లే, రీసౌండ్లే. All sounds speak of the resound of the self. కనుక మరొక శబ్దాన్ని నేను విననక్కర్లేదు కదా. I don't have to hear any other sound. సర్వకర్మల యొక్క సారమే దైవత్వము. The essence of all action is divinity. భద్రం కుర్వంతు అన్నారు. Bhadram Kurvantu. అనగా దివ్యమైనటువంటి దర్శనము, దివ్యమైనటువంటి సంభాషణ, దివ్యమైనటువంటి యొక్క కర్మలు అన్నీ కూడాను ఒక దైవత్వమునందే ఉంటున్నవి. It only meant the holy darshan, the divine conversation, and the sacred activity are embodied only in God. കുമാരി ഇന്ദുലേഖയാണ് ഭജന. വീഡിയോ ഓൺ ചെയ്തിട്ട് പാടിക്കോളൂ മോളെ. സായിരാം, കേക്കുന്നുണ്ടാ? കേൾക്കാം. ഉണ്ട്. ആ. जय शंकरा भावगोचरा शिव चिदंबरा ओंकारा. जय शंकरा भावगोचरा शिव चिदंबरा ओंकारा. पर्तिविहारा पापविदूरा पर्तिविहारा पापविदूरा जगदोद्धारा ब्रह्मपरा जगदोद्धारा ब्रह्मपरा जगदोद्धारा ब्रह्मपरा जगदोद्धारा ब्रह्मपरा जगदोद्धारा ब्रह्मपरा.
शिवचिदम्बरा ओंकारा തരം സൈരാം മോളെ നന്നായി ഭജനാക്കി. സായി വെരി നൈസ് ഉപമയല്ലേ മോളെ, അമ്മ? നന്നായിട്ട് പാടി കേട്ടോ. നല്ല ഭാവത്തോടെ പാടി. തരം നൗ സായി ഉപമ. ഈ ശരീരത്തെ ഈശ്വരന്റെ താൽക്കാലിക വാസസ്ഥലമാണെന്ന് പറയുന്നു. ഈ ലോകം ഭഗവാന്റെ ശരീരമാണ്. കാലിന്റെ ചെറുവിരലിൽ ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ അത് ആത്മനെ നേരിട്ട മുറിവായി കരുതപ്പെടുന്നു. എന്തെന്നാൽ ആ ചെറുവിരൽ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാകുന്ന ദുരിതം മറ്റൊരു ഭാഗത്ത് ഉണ്ടാകുന്ന ദുരിതം പോലെ തന്നെ ഈശ്വരൻ കണക്കാക്കുന്നു. ഈ ലോകം ഒരു ക്ഷേത്രമാണ്, ഈശ്വരന്റെ ക്ഷേത്രം, ഈശ്വരൻ കുടികൊള്ളുന്ന ശരീരം. ജയ സായിരാം. സായിരാം. ശാന്തി മന്ത്രം. നാളെ വ്യാഴാഴ്ച ഭഗവത്ഗീതയല്ലേ 9 മണിക്ക്? സായിരാം. സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ജയ് സായിരാം. എല്ലാവർക്കും സായിരാം. ജയ സായിരാം.